എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. സന്തോഷമുണ്ടോ? പകൽ സ്തോത്രം ചെയ്യുന്നു. ഈ വാക്യത്തിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്നറിയില്ലെങ്കിലും നമുക്ക് നിശ്ചിത സമയത്തിനകത്ത് ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനാൽ എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട 14 ലേഖനങ്ങളുണ്ട്. റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെയുള്ള 14 ലേഖനം. ഈ 14 ലേഖനങ്ങളും നമുക്കറിയാം പുതിയ നിയമ ദൈവസഭയ്ക്കുള്ള ദൈവത്തിൻ്റെ ശക്തമായ ഉപദേശങ്ങളാണ്. സ്തോത്രം. അതിൽ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് തിമത്യോസിന് പൗലോസ് എഴുതിയ ലേഖനം. ഇത് കാരാഗൃഹത്തിനകത്ത് കടന്ന് എഴുതിയ ലേഖനമാണ്. എന്നാൽ ഇത് ഇടയ ലേഖനമെന്ന പേരിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ലേഖനങ്ങളിലൊന്നാണ് തിമത്യോസിൻ്റെ ലേഖനം. ഈ തിമത്യോസിൻ്റെ ലേഖനത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതിൽ ഈ വാക്യവുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകത പറയാം. ഈ ലേഖനത്തെ വേദപണ്ഡിതന്മാർ വിളിക്കുന്നത് വിൽപത്ര ലേഖനമെന്നാണ്. എന്തോ ലേഖനമാ? എന്താ വിൽപത്രം? കേട്ടിട്ടുണ്ടോ? എന്തോ സ്തോത്ര. തിമത്യോസിൻ്റെ ലേഖനത്തിൻ്റെ പ്രത്യേകത ഇതാ, വിൽപത്ര ലേഖനം എന്ന് പറയാനുള്ള കാരണം, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ വസ്തുവിനും തൻ്റെ സകല സമ്പത്തും മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാൻ എഴുതി കൊടുക്കുന്നതാണ് വിൽപത്രം എന്ന് പറയുന്നത്, അല്ലേ? ആണോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ലേഖനത്തിന് പേര് വരാൻ കാരണം എന്നറിയോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ മേലുള്ള സകല അധികാരവും തൻ്റെ മേലുള്ള സകല കരുത്തും സ്തോത്രം ചെയ്യുന്നു. താൻ ചെയ്തതുപോലെ മറ്റൊരുവന് ചെയ്യാൻ എഴുതി കൈമാറിയ ലേഖനമാ തിമത്യോസിൻ്റെ ലേഖനം. സ്തോത്രം ചെയ്യുക. അതാർക്കാണ് പൗലോസ് ഒരു വിൽപത്രം എഴുതുന്നത് പോലെ ഇതെഴുതി അധികാരം കൈമാറുന്നത്? ആർക്കാ? വേഗത്തിൽ പറ. തൻ്റെ പ്രിയ മകനും, സ്വത്രം ചെയ്യണേ, തൻ്റെ നിജപുത്രനും, സ്വത്രം, തൻ്റെ സഹപടനും, താൻ ക്രിസ്തുവിൽ തനിക്ക് ശേഷം ഒരു പകരക്കാരനായി ആത്മാവിൽ കൈവച്ച് കരുത്തോടെ പുറത്തു കൊണ്ടുവരുന്ന തീമപ്പിയോസിനൊരു കരുത്തുറ്റ നിയോഗം കൊടുക്കുക എൻ്റെ കൈവപ്പിനാൽ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തിന് രാമൻ പറഞ്ഞാട്ടെ. ഈ 14ാമത്തെ പകലിലും വിശുദ്ധ ആരാധനയിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ആത്മാവ് ഇന്ന് പകൽ ഒരു ഓർമ്മപ്പെടുത്തൽ തരിക. എന്താന്ന് കേൾക്കണോ? കൃപാവരം ജ്വലിപ്പിക്കണം. സ്തോത്രം ചെയ്യുന്നു. പൗലൂസിൻ്റെ നിജപുത്രനാണ് തിമത്യോസ്. എല്ലാവർക്കും അറിയാം. പൗലൂസിൻ്റെ ശുശ്രൂഷയിൽ കൈവച്ച് വേർതിരിച്ച് ആത്മാവിൽ നിയോഗത്തോടുകൂടെ താൻ നിർത്തുന്നിടത്തു നിന്ന് തുടങ്ങാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പകരക്കാരനാ തിമത്യോസ്, അല്ലേ? ഒരു വാക്യം ഒന്ന് നോക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. സ്തോത്രം. എന്നിട്ട് എല്ലാവരുടെ ആ വാക്യം ഒന്ന് വായിച്ചേ. ഈ സ്ക്രീനെ തെളിയുന്നുണ്ടല്ലോ, വായിച്ചേ. 4:16 കണ്ടോ വാക്യം? എൻ്റെ ആകയാൽ എൻ്റെ അനുകാരികളാകുവീനെന്ന് വെച്ച്, വായിക്കുന്നേ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അടുത്ത വാക്യം, ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമപ്പിയോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അടുത്ത വാക്യം, ഉപദേശിച്ചതുപോലെ ക്രിസ്തുവിലുള്ള തങ്ങളുടെ വഴികൾ ഓർപ്പിക്കും. അടുത്ത വാക്യം, എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ, അടുത്ത വാക്യം,
കർത്താവിന് ഇഷ്ടമെങ്കിൽ. അടുത്ത വാക്യം വന്നിട്ട് അടുത്ത വാക്യം നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യയിൽ ചെന്ന് യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുക. പൗലോസ് യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരുടെ മനോഭാവമാ പൗലോസ് ആത്മാവിൽ പറയുന്നേ. ചിലര് ചേർത്ത് വേർത്ത് വലിപ്പം ഭാവിച്ചിരിക്കുക. ഞങ്ങളിതൊക്കെ ഒരുപാട് കേട്ടതാണെന്നുള്ള ലാഘവത്തോടുകൂടെ അവൻ ഈ വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാതെ ചിലര് ചേർത്ത് വേർത്ത് വലിപ്പം ഭാവിച്ചിരിക്കുക. അവരുടെ മനോഗതം അറിഞ്ഞിട്ട് പൗലോസ് പറയുക, ഞാനിവിടെ വരരുതെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. ശ്വസിക്കുന്നവ സ്തോത്രം ചെയ്യണേ. ഞാൻ ഇവിടെ വന്ന് ക്രൂശിന്റെ വചനം പ്രസംഗിക്കരുതെന്നായിരുന്നു നിങ്ങളുടെ മനോഹിതം. സ്തോത്രം ചെയ്യുന്നു. പക്ഷെ പൗലോസ് പറയുക, ദൈവമായി എന്നെ അയച്ചേ, ദൈവം അയച്ചിട്ടാ ഞാൻ ഇവിടെ വന്ന് ഈ പ്രസംഗിക്കുന്നേ. ഇനി നിങ്ങൾ നാളെ ഞാൻ വരരുതെന്ന് എതിർത്താലും സ്തോത്രം ചെയ്തോണേ, ഞാൻ ഇനിയും ഇവിടെ വരാൻ ദൈവത്തിന് പദ്ധതിയാണെങ്കിൽ ആമേൻ പറ. ദൈവം എന്നെ ഇവിടെ കൊണ്ടുവരും. ശ്വസിക്കുന്നവരുണ്ടോ എന്ന് പകലിൽ? ദൈവം എന്നെ ഇവിടെ കൊണ്ടുവരും. ഞാൻ ഇവിടെ പ്രസംഗിക്കും. സ്തോത്ര. എന്നിട്ട് പൗലോസ് പറയുന്ന അടുത്ത വാക്കുകൂടെ കേട്ടെ, ഇനി അഥവാ ഞാൻ വരാൻ ദൈവത്തിന് പദ്ധതി ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചോണേ, എനിക്കതിനകത്തൊരു സങ്കടവും ഇല്ല. എന്താ കാരണമെന്നറിയാവോ? എൻ്റെ പ്രിയ മകനും ആമേൻ പറ, കർത്താവിൽ വിശ്വസ്തനുമായ തീമോത്തിയോസ് ഇവിടെ വരും. ഓ, സന്തോഷമില്ലേ നിങ്ങൾക്ക്? ഞാൻ എന്തു പറയുന്നു അതാണ് അവൻ. ഞാൻ എന്തു പ്രസംഗിക്കുന്നു അതാണ് അവന്റെ പ്രസംഗം. അതിന്റെ കാരണം അവനെ കൈവച്ച് വേർതിരിച്ചത് ഇന്ന് പകല് ഞാനാ. ഒന്നുകൂടെ കടത്തി പറയാ, അവൻ എന്റെ പകരക്കാരനാണ്. ശ്വസിച്ചുകൊണ്ട് രാമൻ പറ. ഈ 14-ാമത്തെ ദിവസം ഇതിനകത്ത് നിന്ന് ചില പകരക്കാരന്മാർ കർത്താവിന് വേണ്ടി കരുത്തോടെ എഴുന്നേൽക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. അധികാരമുള്ള നാമത്തിൽ സ്തോത്രം ചെയ്യുകയാ. അവൻ എന്നിട്ട് ഇവിടെ വരും. ശ്വസിക്കുന്നുണ്ടോ? എന്നിട്ട് ഇവിടെ നിങ്ങളുടെ നടുവിൽ അവൻ വെളിപ്പെടുത്തും ദൈവരാജ്യം. സ്തോത്രം ചെയ്യുന്നു. എന്താ വായിച്ചേ? വാക്ക് വചനത്തിലല്ല. അതിന്റെ അർത്ഥം പറഞ്ഞു തരാം. ദൈവരാജ്യം വചനത്തിലല്ലെന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം വചനം വേണ്ടെന്നല്ല. മലയാളത്തിലൊരു ട്രാൻസ്ലേഷന്റെ കംപ്ലൈന്റ് ഇത്. ദൈവരാജ്യം വാക്കുകളിലല്ല, ആമേൻ പറ, ശക്തിയിൽ അത്രയാകുന്നു. അതുകൊണ്ട് കൊരിന്ത്യയിൽ പൗലോസ് പറഞ്ഞത് അക്ഷരം കൊല്ലുന്നു. ബാക്കി പറ, ആത്മാവ് ഇന്ന് പകലിൽ ഇതിനകത്ത് വാക്കുകളുടെ പെരുപ്പമല്ല, ആത്മാവിന്റെ ഒരു കടന്നു വരവ് ഈ ആരാധനയിൽ ഇറങ്ങി വരുമ്പോൾ ദേശത്തെ ബാധിച്ചിരിക്കുന്ന ചില അധിപതിയുടെ ആധിപത്യങ്ങളെ ഇന്ന് പകൽ ഇവിടെ അടിയറവ് വെപ്പിക്കുന്ന ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ. വേഗത്തിൽ പറയാം, സമയം പോകുന്നു. സ്തോത്രം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ, പൗലൂസിന്റെ ശുശ്രൂഷ അവസാനിച്ചാൽ അവിടെ നിന്ന് ശുശ്രൂഷ തുടങ്ങാൻ ദൈവത്താൽ കൈവച്ച് വേർതിരിച്ചു താൻ വളർത്തിക്കൊണ്ടുവരുന്ന മകനാണ് ആരാ? തിമോത്തിയോസ്. അതിനാണ് ബൈബിൾ പറയുന്നത് തിമോത്തിയോസ് പൗലൂസിന്റെ പകരക്കാരനാ. സന്തോഷമില്ലേ എന്ന് പകലേ? തിമോത്തിയോസ് ആരാ? പൗലൂസിന്റെ. കുറച്ച് പറഞ്ഞേ, ഒന്നുകൂടെ ഞാൻ പറയാം. തിമോത്തിയോസിന്റെ ജനനം ലുസ്ത്രയിലാണ്. എവിടെ തിമോത്തിയോസ് ജനിച്ചേ? ഈ ലുസ്ത്രയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. വായിച്ചിട്ടുണ്ട് നിങ്ങൾ, പ്രവൃത്തിയുടെ പുസ്തകത്തിലുണ്ട്. എടുത്ത് വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് പറഞ്ഞു വിടുന്നേ. പൗലൂസിന്റെ ശുശ്രൂഷയിൽ കല്ലേറുകൊണ്ട്, സ്വത്രം ചെയ്യുന്നു, ഇപ്പൊ പിടികിട്ടിയോ നിങ്ങൾക്ക്? കല്ലേറുകൊണ്ടിട്ട് പ്രാണൻ നഷ്ടപ്പെട്ടുവെന്ന് വിചാരിച്ചിട്ട്
യഹൂദന്മാർ വലിച്ചിഴച്ച് ഒരു ചണ്ടിക്കൂമ്പാരത്തിനകത്ത് എറിഞ്ഞിട്ട സ്ഥലമാ ലുസ്ത്ര. ഓ, വിശ്വസിക്കുന്നവരെ രാമൻ പറ. ഒന്നുകൂടെ പറയാം, ഉപദ്രവമേറ്റ മണ്ണിൽ. ഓ, നിങ്ങൾ അവരൊന്നും മിണ്ടുന്നില്ല. ഏറുകൊണ്ട മണ്ണിൽ ശ്വസിക്കുന്നവരുണ്ടോ? ചത്തുപോയി എന്ന് വിചാരിച്ച് വലിച്ചിഴച്ച് വേസ്റ്റിനകത്ത് കൊണ്ട് എറിഞ്ഞ ലുസ്ത്രയിൽ അവന് ശേഷം ഒരു ശക്തനെ കൈവച്ച് ആമേൻ പറ വേർതിരിക്കാൻ ദൈവം ഉപയോഗിച്ചെങ്കില ശ്വസിച്ചുകൊണ്ട് രാമേൻ പറ, നീ തകർക്കപ്പെട്ടു പോയെന്ന് വിധി എഴുതിയിടപ്പ്, നീ തീർന്നെന്ന് നിന്നെ കുറിച്ച് വിധി എഴുതിയിടപ്പ്, ഇതോടുകൂടെ നീ അസ്തമിച്ചെന്ന് പറഞ്ഞ ഇടപ്പ്. എത്ര പേര് ആത്മാവിൽ അത് സ്വീകരിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് പകലൊരു എഴുന്നേൽപ്പ് ദൈവം തരാൻ പോകുകയാ. ഇന്ന് പകലൊരു പകരക്കാരൻ ഇറങ്ങാൻ പോകുകയാ. അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലവ വ്യാപരിക്കപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് വേഗത്തിൽ വരാം. പൗലൂസ് തൻ്റെ പ്രിയ മകനായ തിമോഥെയോസിനോട് പറയുക, അതുകൊണ്ട് ബാക്കി എൻ്റെ കൈവപ്പിനാൽ പറഞ്ഞേ നിന്നിലുള്ള ദൈവത്തിൻ്റെ സന്തോഷമില്ലേ നിങ്ങൾക്ക്? കൃപയും കൃപാവരവും രണ്ടും രണ്ടാ. വിശ്വസിക്കുന്നുണ്ടോ? കൃപയും കൃപാവരവും ഒന്നല്ല. കൃപയും കൃപാവരവും വായിച്ചിട്ടില്ല? റോമാലേഖനത്തിലൊരു വാക്യമുണ്ട്, കൃപയാലല്ലോ. ബാക്കി പറ. വിശ്വാസം മൂലം നമ്മൾ എന്ത് ചെയ്തത്? അപ്പൊ ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം കൃപയുണ്ട്. കൃപ വന്നുകൊണ്ടാ രക്ഷിക്കപ്പെട്ടെ. മനസ്സിലായില്ലേ? കൃപ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ കൃപാവരമില്ലല്ലോ. രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം കൃപാവരമുണ്ടോ? സ്വോത്രം ചെയ്യുക. അപ്പൊ കൃപയും കൃപാവരവും രണ്ടും രണ്ടാ. വിശ്വസിക്കുന്നവരുണ്ടോ ഒന്ന് പകൽ? ഇനി നിങ്ങൾ പഠിച്ചോണം, ഒരുവന്റെ മേൽ ദൈവകൃപ സ്വോത്രം ചെയ്യണേ നിലനിൽക്കണമെങ്കിൽ. സ്തോത്രം. എന്ത് നിലനിൽക്കണം? നമ്മൾ 21 ദിവസം ഉപസിക്കുന്നതിനാ? കൃപയ്ക്ക് വേണ്ടിയാ. ഈ കൃപ നിലനിൽക്കണ്ടേ? 21 കഴിഞ്ഞ് 22-ാം ദിവസം പോവുകയാണല്ലോ. സ്തോത്രം ചെയ്യുന്നു. പിന്നെ കൃപയാൽ നമുക്ക് എല്ലാ മാസവും ഉപവാസം ഉള്ളതുകൊണ്ട് ചാർജ് ചെയ്തു പോവാ. അങ്ങനല്ല. ഇന്ന് പകല് കൃപ ഒരുവനെ നിലനിർത്തണമെങ്കിൽ പഠിച്ചോണം. ഇന്ന് പകലിൽ കൃപ താങ്ങി നിൽക്കണമെങ്കിൽ 3 ഘടകങ്ങൾ വേണം ദൈവമക്കൾക്ക്. മനസ്സിലായോ? ഒരുവന്റെ മേലുള്ള കൃപ നിലനിൽക്കണമെങ്കിൽ എത്ര ഘടകം വേണം? ഈ കൊലച്ച വാഴയൊക്കെ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൊല വെട്ടിയെടുക്കാൻ വേണ്ടി ഓത കൊടുത്ത് നിർത്തുകല്ലേ? നിങ്ങളുടെ നാട്ടിലില്ലേ? എന്ന് പറഞ്ഞ പോലെ കൃപ നിലനിൽക്കാൻ താങ്ങി നിർത്തുന്ന 3 ഓതയുണ്ട്. സ്വോത്രം ചെയ്യുന്നു. പഠിച്ചോണം. 1 പരിജ്ഞാനം. സ്വോത്രം പറ. 2 സമാധാനം. ശ്വസിക്കുന്നവർ രാമൻ പറ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇന്ന് പകൽ കൃപയെ താങ്ങി നിർത്തുന്ന ഘടകങ്ങളാണ് 1 പരിജ്ഞാനം. ശ്വസിക്കുന്നവർ ആമേൻ പറ. 2 സമാധാനം. ശ്വസിക്കുന്നവരുണ്ടോ? 3 സന്തോഷ. ശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറ. ഇത് 3മാണ് കൃപയെ നിലനിർത്തുന്നത്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ചിലർക്ക് കൃപയുണ്ട് പക്ഷെ പരിജ്ഞാനമില്ല. കേട്ടിട്ടില്ലേ അങ്ങനെയൊന്നും? നിങ്ങൾ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. കൃപയോടുകൂടെ എന്തുകൂടെ കിട്ടും? സ്വത്രം പറ. ചിലക്ക് കൃപ പെരുകിയ പരിജ്ഞാനം ഉണ്ടാകുകയല്ല. സ്വത്രം ചെയ്തു. പക്ഷെ ഇന്ന് പകൽ ബൈബിള് പഠിപ്പിക്കുന്ന കാര്യം ഞാൻ പറയാം. കൃപയോട് കൂടെ നമുക്ക് എന്തുകൂടെ ദൈവം തരിക. അതുകൊണ്ട് ബൈബിള് പറയുന്ന പരിജ്ഞാനമില്ലാപ്പടത്ത്. ബാക്കി പറഞ്ഞേ ഇന്ന് പകലിൽ. വിശ്വസിക്കുന്നവരുണ്ടോ ഇന്ന് പകലിൽ?
അപ്പോൾ പൗലൂസ് പറയുന്ന ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ വരാം. അവൻ എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം എന്ത് ചെയ്യണം പറ. സന്തോഷമുള്ള എത്ര പേരുണ്ടെന്ന് ജ്വലിപ്പിക്കാൻ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം പ്രാപിക്കണമെന്നല്ല പറഞ്ഞേ, ജ്വലിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? നിന്റെ മേലൊരു കൃപാവരം ഉണ്ട്, എൻ്റെ ഡ്യൂട്ടി എന്ന് കൈവെക്കുന്നേ ഉള്ളൂ. ഓ ശ്വസിക്കുന്നവരുണ്ടോ ഒന്ന് പകല്? നിങ്ങളുടെ മേലുണ്ടെന്നൊരു കൃപാവരം. ഒരു കൃപയും ഇല്ലാത്തവർ ഇന്ന് പകൽ ഇവിടെ ഇരിപ്പില്ല. ഈ 14ാമത്തെ ദിവസം ഞാൻ ആത്മാവിൽ പറയുക, ഒരു കൃപയും ഇല്ലാത്തവർ ഇന്ന് പകൽ ഇവിടെ ഇരിപ്പില്ല. ഇന്ന് പകൽ അതൊന്ന് ജ്വലിപ്പിക്കാൻ, ഇന്ന് പകൽ അതൊന്ന് ശക്തിപ്പെടുത്താൻ, ഇന്ന് പകൽ ആത്മാവിൽ അതിനെ ഒന്ന് പുറപ്പ് കൊണ്ടുവരാൻ. ശമന വൈഡരാജഗസ്തനാദിയാര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിപ്പെടട്ടെ ഇന്ന് പകലിൽ. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. ഈ പട്ടണത്തെ പിടിച്ചടക്കുന്ന, ഈ ദേശത്തെ പിടിച്ച കാൽ കീഴ ഒതുക്കുന്ന ഒരു ജ്വലനം ഇന്ന് പകലിൽ വെളിപ്പെടുകയാണ്. സ്തോത്രം. അപ്പൊ ഓൾറെഡി നിന്റെ മേൽ കൃപാവരം ഉണ്ട്. പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്തുവാ? കൈവച്ച്. അപ്പൊ ഈ കൈവച്ച് കൃപാവരം ജ്വലിക്കണമെങ്കിൽ ഒരു കാരണമുണ്ട്. അതാ അതിൻ്റെ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന അതുകൊണ്ട്. അതാ അതിൻ്റെ കാരണം. സന്തോഷമില്ലേ നിങ്ങൾക്ക്? കൃപാവരം എൻ്റെ കൈവപ്പിനാൽ എന്ത് ചെയ്യും പറ? ജ്വലിക്കും. പക്ഷെ അതിനൊരു കാരണം വേണമെന്ന് പൗലോസ് പറയുന്നത്. ആ കാരണത്തിൻ്റെ പേരാണ് 6ന്റെ തുടക്കം. അതുകൊണ്ട്. അതാ അതിൻ്റെ കാരണം. ഏതുകൊണ്ട്? സ്വത്രം പറ. മനസ്സിലായോ നിങ്ങൾക്ക്? അതിൻ്റെ തൊട്ടുമേളിത്തെ വാക്യത്തിലുണ്ട് അതിൻ്റെ കാരണം. സന്തോഷം ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറയണം. പൗലോസ് പറയാ, തിമത്യോസിനോട് നിനക്കൊരമ്മയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ അമ്മയുടെ പേര് പറ, യൂനിക്ക. സ്വത്രം പറഞ്ഞേ. നിന്റെ വല്യമ്മയുടെ പേര് ലോവീസ്. സ്വത്രം പറയാമോ? അവരിലുള്ള വിശ്വാസം, സ്വത്രം പറ, നിന്നിലുമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ശ്വസിക്കുന്നവരെ രാമൻ പറ. ഇന്ന് പകലിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ശമരബലബരഗടഗസി ഹദരഗടഗസി ശതൽകമനഗടഗസി അർത്ഥമനാദിയാരഗടഗസി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. മനസ്സിലായോ? അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണമാ. ഏതുകൊണ്ടാ? ഒന്ന്, നിന്റെ അമ്മയായ ലോവീസ്. തിമത്യോസിന്റെ അമ്മയുടെ പേരാണ് ആരാ? വല്യമ്മച്ചിയുടെ പേരാണ് ലോവീസ്. അമ്മയുടെ പേരാണ് ആരാ? യൂനിക്ക. എന്ന് പറഞ്ഞാൽ നിന്റെ വല്യമ്മയും നിന്റെ അമ്മയിലുമുള്ള വിശ്വാസം പറഞ്ഞേ മകനായ നിന്നിലും പകർന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട്. സന്തോഷമില്ലേ? ഇന്ന് പകൽ എൻ്റെ ചോദ്യം, നമ്മളിലുള്ള ദൈവകൃപ അടുത്തൊരു ജനറേഷനിലേക്ക് ഇന്ന് പകല് പകരപ്പെടുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. അധികാരമുള്ളവന്റെ നാമത്തിൽ ഇന്ന് പകൽ ആരാധിക്കുന്ന മാതാപിതാക്കന്മാരോട് ഞാൻ പറയുന്നേ, നമ്മളിലുള്ള ഒരു അഭിഷേകം നമ്മുടെ തലമുറകളിലേക്ക് പകരപ്പെടണം. ഓ ശരബലബരഹസ് അധരഘടക ശബൽഗമനഘടകചസ്. നിങ്ങൾക്കറിയാവുന്ന ഒരു വാക്യം വേഗത്തിൽ ഞാൻ പറയാം. ഒരിക്കൽ യേശുക്രിസ്തു നയീൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, എല്ലാവർക്കും അറിയാവുന്നതാ, നയീൻ പട്ടണത്തിനകത്തുനിന്നൊരു വിധവയുടെ മകൻ മരിച്ചിട്ട് ശവമഞ്ചം ചുമന്നുകൊണ്ട് പട്ടണത്തിൻ്റെ പുറത്തോട്ടിറങ്ങുക. ആണോ? പറ. എന്നേരം എന്താ സംഭവിക്കുന്നേ? യേശു
പട്ടണത്തിൽ അകത്തോട്ട് കയറുന്നു, പട്ടണത്തിനകത്തു നിന്ന് മഞ്ചം പുറത്തോട്ടിറങ്ങുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ ഭാഗ്യം? ഒന്ന് മരിച്ചുപോയ ഒരു മകനെ പുറത്തോട്ടിറക്കുന്നു, യേശു അകത്തോട്ട് കയറുന്നു. ഒറ്റ വാക്കി പറഞ്ഞ മരണവും ജീവനും തമ്മിൽ നേർക്ക് നേരെ, ശ്വസിക്കാൻ പറ്റുമോ ഒന്ന് പകലിൽ, കണ്ടുമുട്ടുന്ന രംഗം. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറ. മരണവും ജീവനും തമ്മിൽ നേർക്ക് നേരെ ആമേ കണ്ടുമുട്ടുന്ന രംഗം. സ്തോത്രം ചെയ്യണേ. ജയമാർക്കാണെന്ന് നിങ്ങളിന്ന് പകല് വിധി എഴുതിക്കൂ. യേശുവിന്റെ നാമത്തിൽ മരണപാശങ്ങളെ അഴിക്കുന്നവൻ ഇന്ന് പകലതിനകത്ത് വന്നിട്ടുണ്ട്. അധികാരമുള്ളവന്റെ നാമത്തിൽ നിന്റെ ശരീരപ്പോടെ, നിന്റെ തലമുറയോടെ, നിന്റെ ആരോഗ്യപ്പോടെ, നിന്റെ ആയുസ്സിനോട് ഇന്ന് പകല് പോര് തന്ന ചില വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അഴിയപ്പെടുകയാണ്. അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയ. നിങ്ങളെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ആമേൻ. യേശു അങ്ങോട്ട് വന്നിട്ട് മഞ്ചത്തെ തൊട്ടു. ചുമക്കുന്നവർ. എന്നിട്ട് യേശു എന്നാ പ്രതികരിച്ചേ? കരയുന്ന ആ വിധവയോട് പറയാ, നീ എന്ത് ചെയ്യണ്ട. യേശുവിൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ യേശു ചെയ്ത ഒട്ടനവധി അത്ഭുതമുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞ ഉപമകളുണ്ട്. യേശു പറഞ്ഞ അത്ഭുതങ്ങളുടെ ഉപമകളുടെയും ആഴം മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയാമോ? യേശു പ്രസംഗിച്ച സകല പ്രസംഗങ്ങൾക്കും സ്ഥലകാല ബോധമുണ്ട്. മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്തോ ഉണ്ട്? സ്ഥലകാല ബോധം എന്ന് പറഞ്ഞതിന് അർത്ഥം പറയാം. നയീൻ പട്ടണത്തിൽ യേശു പ്രസംഗിച്ചെങ്കിൽ ആ പട്ടണത്തിന്റെ പ്രത്യേകത കിടപ്പുണ്ട് അതിനകത്ത്. കാനാവിൽ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ കാനാവിനൊരു പ്രത്യേകതയുണ്ട്. ഗന്നസരത്തിൽ കർത്താവ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗന്നസരത്തിന് പ്രത്യേകതയുണ്ട്. ഓ, മനസ്സിലാകുന്നെങ്കിൽ സ്വത്രം പറ. ചുമ്മാ യേശു പ്രസംഗിച്ചിട്ടില്ലെന്നേ. അപ്പം നയീൻ പട്ടണത്തിൽ യേശു ചെന്നേച്ച് കരയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? നയീൻ പട്ടണത്തിൻ്റെ ചരിത്രം പഠിച്ചപ്പോഴാണ് മനസ്സിലായേ. യേശുക്രിസ്തുവിൻ്റെ കാലത്തിനു മുമ്പ് നയീൻ പട്ടണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നയീൻ പട്ടണത്തിൽ പാർക്കുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തിനകത്ത് ഭർത്താവ് മരിച്ചാൽ, മകൻ മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ആ സ്ത്രീയാണെന്ന നയീൻ പട്ടണം വിധിയെടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ഒന്നുകൂടെ പറഞ്ഞാൽ, ആ സഹോദരി ദൈവഹിതമില്ലാത്തത് എന്തോ ജീവിത നിലവാരങ്ങൾ വെച്ച് പുലർത്തുക നിമിത്തമാണ് അവിടെ കുടുംബത്തിനകത്ത് അനർത്ഥം വന്നേ. അതുകൊണ്ടാണ് അവിടെ ഭർത്താവ് മരിച്ചേ. അതുകൊണ്ടാണ് അവിടെ മകൻ. അപ്പോൾ ഇതുകൊണ്ട് ഈ വിധവയെ നിങ്ങൾ നോക്കിയ ഭർത്താവുണ്ടോ? ഉണ്ടായിരുന്ന. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? നയീൻ പട്ടണത്തിൻ്റെ ചരിത്രം ക്ലിയർ ആകുക. ഇവളെന്തോ വലിയ തെറ്റുകാരിയാ. ശ്വസിക്കുന്നുണ്ടോ? അത് മാത്രമല്ല, അങ്ങനൊരു മരണം നയീൻ പട്ടണത്തിൽ നടന്നാൽ, ശ്രദ്ധിച്ചു കേട്ടോണേ, ആ ശവമഞ്ചത്തെ തൊടാൻ ആരും വരികയില്ല. പട്ടണത്തിലുള്ളവർ മരിച്ചുപോയ ബാലകനെ കുളിപ്പിക്കാനോ ഒരുക്കാനോ കടത്താനോ ആരും വരികയില്ല. ശ്വസിക്കുന്നുണ്ടോ? ഒന്ന് പകലിൽ സ്വത്രം ചെയ്യുകയാ. അത് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത, ആൾക്കാര് പട്ടണത്തിലുള്ളവർ മരണത്തിന് കൂടിയാൽ പോലും ഒരാള് പോലും ഇവളോട് കൂടെ നിന്നൊരു കാര്യം ചെയ്യുകയില്ല. ശവം എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകണമെങ്കിൽ ചുമട്ടുകാരെ വിളിക്കണം. അതുകൊണ്ട് അവർ ചുമന്നേ. മനസ്സിലാകുന്നവരുണ്ടോ നിങ്ങൾ? മാത്രമല്ല അവൻ എന്നിട്ട് ഇവൾ ഏറ്റവും മുൻപിൽ, ശവമഞ്ചത്തിന്റെ മുൻപിൽ നിൽക്കണം. എന്നിട്ട് ഇവള് വല്യവായിൽ കരയണം. സ്വത്രം ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞാൽ ജനം മുഴുവൻ പുറകിൽ നിന്ന് പറയും, നീ നിലവിളിക്ക്, നീ കരാ, നീ കാരണമാ നിന്റെ ഭർത്താവ് മരിച്ചത്, നീ കാരണമാ നിന്റെ മകൻ മരിച്ചത്, അതുകൊണ്ട് നീ നിലവിളിക്ക്, നീ കരാ എന്ന് പറഞ്ഞ് ജനം മുഴുവൻ ഇവിടെ കരയാൻ പ്രേരിപ്പിക്കുമ്പോൾ, ആമേൻ പറ,
ഒരുവൻ എടുക്ക വന്നിച്ച് പറയുക, കുഞ്ഞ് നീ കരയണ്ട. ശ്വസിക്കുന്നവർ രാമൻ പറ. സാഹചര്യം നിന്നെ കരയിപ്പിക്കുമെന്ന് പറയുമ്പോ നസ്രായം പറയുകയാ, ഇന്ന് പകല് നീ കരയണ്ട. വിശ്വസിക്കുന്നവരെല്ലാം എന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദേശം നിന്നെ കരയിപ്പിക്കാൻ നോക്കുമ്പോ, പാരമ്പര്യം നിന്നെ കരയിപ്പിക്കാൻ നോക്കുമ്പോൾ, രോഗം നിന്നെ കരയിപ്പിക്കാൻ നോക്കുമ്പോൾ, ആത്മാവിൽ എന്റെ കർത്താവ് പറയുക, ഇന്ന് പകൽ നീ കരയണ്ട. ഇന്ന് പകൽ അവൻ തൊടുന്ന പകലാണ്. നിന്റെ ശരീരപ്പേ, നിന്റെ തലമുറയെ, നിന്റെ കുടുംബപ്പേ, ഇന്ന് പകൽ അവൻ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അവൻ സംഭവിക്കട്ടെ. അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് തിമോഥെയോസിനെ കൈവച്ച് അവന്റെ മേലുള്ള കൃപാവരം ജ്വലിപ്പിക്കാൻ കാരണമെന്ന് അവന്റെ വല്യമ്മയിലും പറ അവന്റെ അമ്മയിലുമുള്ള വിശ്വാസവും ദൈവകൃപയുടെ ഒക്കെ പകർച്ച ഓട്ടോമാറ്റിക്കായിട്ട് ആരുടെ മേലും ഉണ്ട്. സന്തോഷമില്ലേ? ഞാൻ ചോദിക്കുന്നു, ഇന്ന് പകൽ നമ്മുടെ മേലുള്ള ദൈവകൃപ നമ്മുടെ തലമുറകളിലൊക്കെ കൈമാറണ്ടേ? ഓ, വിശ്വസിക്കുന്നവരും സ്തോത്രം ചെയ്യുക. നമ്മുടെ മേലുള്ള ദൈവശക്തി നമ്മുടെ തലമുറയുടെ മേൽ വ്യാപരിക്കണ്ടേ? നമ്മൾ ആരാധിച്ചാലേ നമ്മുടെ തലമുറ ആരാധിക്കൂ. നമ്മൾ അഭിഷേകത്തിൽ നിറഞ്ഞാലേ നിന്റെ തലമുറ നിറയൂ. നീ ഉപവസിച്ചെങ്കിലേ നിന്റെ തലമുറ ഉപവസിക്കൂ. യേശുവിന്റെ നാമത്തിൽ ഒന്നുകൂടെ പറയാം, ഉപവസിക്കുന്ന മാതാപിതാക്കന്മാരെ കണ്ടു വളരട്ടെ നമ്മുടെ തലമുറ. ഓ, നിങ്ങളാരൊന്നും മിണ്ടുന്നില്ല. മുഴങ്കാലിലിരുന്ന് കരയുന്ന മാതാപിതാക്കന്മാരെ കണ്ട് അനുകരിക്കട്ടെ നമ്മുടെ തലമുറ. രാവിലെയും വൈകിട്ടും വചനം വായിച്ച് സ്തോത്രം പറയുന്ന മാതാപിതാക്കന്മാരെ കണ്ട് വളരട്ടെ നമ്മുടെ തലമുറ. ശ്വസിക്കുന്നവർ ആമേൻ പറ. ഇന്ന് പകൽ ആത്മാവനോട് അങ്ങനെ പ്രവചിച്ചു പറയുക, ഇതിനകത്ത് ആരാധിക്കുന്ന മാതാപിതാക്കന്മാര് ഇന്ന് പകൽ നിങ്ങൾ ശക്തിപ്പെടണം. ഈ 14ാമത്തെ ദിവസം നിങ്ങൾ ശക്തിപ്പെടാൻ തയ്യാറായാൽ അത് തലമുറകളിൽ വ്യാപരിക്കും. ശബരഘടകചസി രക്തത്താൽ ജയ. സ്തോത്രം ചെയ്യുന്നു. ശ്വസിക്കുന്നവരുണ്ടോ ദൈവമക്കൾ ഇന്ന് പകല്? സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 78 സങ്കീർത്തനം, പരിചയമുള്ള വാക്യമാ. 4ാമത്തെ വാക്യം വേഗത്തിലെടുത്തൊന്ന് വായിക്കാമോ? 78:4 വേഗത്തിൽ. നാം അവരുടെ മക്കളോട്, ഓ സന്തോഷമില്ലേ നിങ്ങൾക്ക്? നാം നമ്മുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ, വരുവാനുള്ള തലമുറ നമ്മുടെ മക്കളോട് എന്തോ ചെയ്യണം? ഉറച്ചു പറ. യഹോവയുടെ സ്തുതിയും ദൈവത്തിന്റെ ബലവും ദൈവം ചെയ്ത അത്ഭുതങ്ങളും തലമുറകളോട് പറ, വിവരിച്ചു പറയണം. സന്തോഷമുണ്ടോ ദൈവമക്കൾക്ക്? തലമുറകളോട് നമ്മൾ ദൈവം ചെയ്ത അത്ഭുതം എന്ത് ചെയ്യണം? ദൈവം ചെയ്ത വിടുതലുകൾ പറഞ്ഞ് വിവരിച്ചു പറയണം. പറയാൻ പറ്റുന്നുണ്ടോ? സന്തോഷം ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാൽ മതി. പറ്റുന്നില്ലെങ്കിൽ 14ാമത്തെ ദിവസം ഗുരുതര പ്രശ്നം ദൈവം വെളിപ്പെടുത്തുക. പറഞ്ഞേ പറ്റൂ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. തലമുറകൾക്ക് വേണ്ടി ആരാധിക്കാനാ ദൈവാത്മാവ് ഇടപെടുന്നേ. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ ദൈവം ഇടപെടുന്നേ. തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കാനാ ദൈവം ഇടപെടുന്നേ. അത് വിശ്വസിക്കാം.
സ്വത്രം ചെയ്യുകയാ. അപ്പൊ വരുവാനുള്ള തലമുറയോട് ദൈവം ചെയ്ത പ്രവർത്തികളും ദൈവം ചെയ്ത വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ പറഞ്ഞാൽ പോരാ, അവനെ പിടിച്ചിരുത്തിച്ച് വിവരിച്ചെന്ത് ചെയ്യണം? പറയാനുണ്ടോ ദൈവം ചെയ്തവല്ലോ? സ്വത്രം പറ. വിവരിച്ചു പറയാൻ ദൈവം ചെയ്തവല്ലോ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? പറ. ഉണ്ടെങ്കിൽ പറയണോ വേണ്ടയോ? ഞാൻ പറയുന്നു, ഇത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാ. അത് ഞാനൊന്ന് പറയാം, നമ്മളിതങ്ങ് ഏറ്റെടുക്കുക. സ്വത്രം. പറയാനില്ലേ ഇസ്രായേൽ മക്കളുടെ തലമുറയോട് വിവരിച്ച്? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറഞ്ഞേ. തല ഉയരാതെ, വിശാലതയില്ലാതെ, നടുനിവരാതെ, ആമേൻ പറ. മിസ്രൈമിന്റെ മണ്ണിൽ മാറി മാറി വന്ന ഫറവോന്യ രാജാക്കന്മാരുടെ ഊഴിയ വേല ചെയ്ത് തലകുനിച്ച സ്ഥലത്ത് നിന്ന് സ്വത്ര ഞങ്ങളെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരാമേൻ പറയണേ. ഞങ്ങളെ പുറപ്പെടുവിച്ചൊരു ദൈവമുണ്ട്. വീടിനകത്ത് കയറേണ്ട നിലവിളിയെ തട്ടിമാറ്റി അകത്ത് വരേണ്ട മുറവിളിയെ തട്ടിക്കളഞ്ഞ് വീടിന്റെ വാതുക്കൽ ചുവപ്പ് ചരട് വലിച്ചു കെട്ടി വീടിന്റെ വാതുക്കൽ കുഞ്ഞാടിന്റെ രക്തം പുരട്ടി എടാ നമ്മെ വിടുവിച്ചൊരു ദൈവമുണ്ടെന്ന് പറയണ്ടേ. ശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് രാമേൻ പറ. ഇവിടെ ആരാധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതോടൊപ്പം തലമുറകളെ തകർക്കാൻ നോക്കുന്ന, തലമുറകളുടെ ഗതി തിരിച്ചുവിടാൻ നോക്കുന്ന, തലമുറകളുടെ വഴി തിരിച്ചുവിടാൻ നോക്കുന്ന ചില ഇരുളകളുടെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ ഇവിടെ അടിയറവ് വെക്കുകയാണ്. ഈ 14ാമത്തെ പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടതാ. എത്ര പേരെന്ന് പകൽ ആത്മാവിൽ അത് സ്വീകരിക്കാൻ തയ്യാറുണ്ട്? പറയാനില്ലേ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന പിതാക്കന്മാർക്ക് അവരുടെ പിൻതലമുറയോട് പറയാനില്ലേ ദൈവം ചെയ്ത അത്ഭുതം? പറ. ഉണ്ടോ? ആമേ. ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. പുറപ്പാട് 14 പീഹഹീരോത്തിന് സമീപം പാളയം ഇറങ്ങാൻ ദൈവം ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പാളയം ഇറങ്ങിയെടുത്ത് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ വഴിയില്ല. സന്തോഷത്തോടെ ആമേൻ പറ. അവിടെ ദൈവം ചെങ്കടലിനെ വിഭജിച്ച് ഞങ്ങളെ മറുകര കടപ്പി. പറയാനില്ലേ? സ്വത്രം ചെയ്യണേ. ചെങ്കടൽ കടന്നവർ മറുകര കടന്നിട്ട് അവരെവിടാ എത്തിയ? പറ. ചെങ്കടൽ കടന്ന് പുറപ്പാട് 15 ചെങ്കടൽ കടന്നിട്ട് അവർ മറുകര എത്തി. എവിടെ എത്തിയേ? അവരെത്തിയ സ്ഥലത്തിന്റെ പേരാണ് ശൂർ മരുഭൂമി. ചെങ്കടൽ കടന്നിട്ട് ജനം എത്തിയ സ്ഥലം എവിടാ? ശൂർ മരുഭൂമിയുടെ പ്രത്യേകത വായിച്ചിട്ടില്ലയോ? 3 ദിവസമായിട്ട് വെള്ളമില്ല. സന്തോഷമില്ല നിങ്ങൾക്ക്? ശൂർ മരുഭൂമിയിൽ എത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് എത്ര ദിവസം വെള്ളമില്ല? നിങ്ങൾ ആ യാത്രയൊന്ന് ശ്രദ്ധിച്ചേ. അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് വെള്ളത്തിൻ്റെ നടുവിലൂടെ നടന്നവന്മാർക്ക് സന്തോഷമില്ല. ചിറ പോലെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുക. അതിൻ്റെ നടുവിലൂടെ നടന്നവന്മാർക്ക് ആമേൻ പറ. 3 ദിവസമായിട്ട് വെള്ളമില്ലാത്ത അവസ്ഥ. സന്തോഷമില്ലേ ഇന്ന് പകൽ നിങ്ങൾക്ക്? വെള്ളം കിട്ടാതെ വന്ന് 3 ദിവസം വലഞ്ഞ ജനം സ്വത്രം ചെയ്യുന്നു. അവരാവേശത്തോടെ മറ്റൊരിടത്തോട്ട് ചെന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് മാറാ. എന്താ മാറായിലെ പ്രത്യേകത? പറ. കയ്പ്. എന്തിന്? ബൈബിളിലെ വാക്യം പറയാവോ? ഞാൻ പറയാം. മാറായി ചെന്നാറി കയ്പ് നിമിത്തം വെള്ളം. അതാ പ്രത്യേകത. മനസ്സിലായില്ല? ശൂർ മരുഭൂമിയിൽ 3 ദിവസം വെള്ളം ഇല്ല. മാറായിൽ വെള്ളമുണ്ട്. ശ്വസിക്കുന്നുണ്ടോ? 3 ദിവസം വെള്ളം കിട്ടാത്തവന് ചെല്ലുന്നിടത്ത് വെള്ളം കിട്ടിയില്ല. വിഷമമുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. ആർത്തിയോടെ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ അവർക്കൊരു മർമ്മം മനസ്സിലായത്. വെള്ളമുണ്ട്, പക്ഷേ ബാക്കി പറ. വെള്ളം പിടികിട്ടിയോ നിങ്ങൾക്ക്? അതിന്റെ ദൂത് ഞാൻ പറഞ്ഞു തരാം ഇന്ന് പകലിൽ. ഉണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല.
ഉണ്ട്, അനുഭവിക്കാൻ പറ്റുന്നില്ല. കാണുന്നുണ്ട്, ഇറക്കാൻ പറ്റുന്നില്ല. ശ്വസിക്കുന്നവരെ രാമേൻ പറ, ഇതിനെയാ മധുരമാക്കുന്നേ. ശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ പറ. ഇതിനെയാ ഇന്ന് പകല് മധുരമാക്കുന്നേ. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഉണ്ടായിട്ടും അനുഭവിക്കാൻ പറ്റാത്ത, ഉണ്ടായിട്ടും ഇറക്കാൻ പറ്റാത്ത, ഉണ്ടായിട്ടും സ്വീകരിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ ജലം മാറാ ഇന്ന് പകൽ അഴിയപ്പെടട്ടെ. ശമനഘടകച്ചസി സന്തോഷമുണ്ടോ? അപ്പൊ മാറായിൽ അവർ വന്നു. മാറായിലെ വെള്ളം കയ്പ് നിമിത്തം പറഞ്ഞേ. ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, മാറായിലെ വെള്ളത്തെ കയ്പിച്ചിട്ടത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചില കയ്പ് ദൈവം അനുവദിക്കുന്നു. സന്തോഷമില്ലേ? ഒരു ഭാഗം ഞാൻ ഒന്ന് വേഗത്തിൽ പറഞ്ഞു വിടാം, ശ്രദ്ധിച്ചോണേ. മാറായിലെത്തിയാരെ കയ്പ് നിമിത്തം കുടിക്കാൻ കഴിഞ്ഞില്ല. അവരോട് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിന്റെ കോലെടുത്ത് പാറയിൽ വെള്ളത്തിലിട്ടപ്പോൾ മാറായിലെ വെള്ളം എന്ത് ചെയ്തു? പറ. സന്തോഷമില്ലേ? ഞാൻ പറയുന്നു, നേരത്തെ ഈ വെള്ളം മധുരിച്ചു കിടന്നിരുന്നെങ്കിൽ വരുന്ന ജനത്തിന് ഒരു തുള്ളി പോലും കുടിക്കാൻ പറ്റുകയില്ലായിരുന്നു. ശ്വസിക്കുന്നവരുണ്ടോ? ഏതെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ പണ്ടേ കുടിച്ചു തീർത്താനേ. പക്ഷെ ദൈവം കയ്പിച്ചിട്ടത് എന്തിനാണെന്നറിയാമോ? ഒരു ജനം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വിട്ട ഒരു കൂട്ടം വരുന്നുണ്ട്. അവൻ വരുമ്പോൾ അവന് വേണ്ടി ഇത് ഞാൻ മധുരമാക്കോ. ഇന്ന് പകൽ അവൻ അനുവദിച്ച ജല കയ്പ്, അതിന്റെ പിന്നിൽ ഒരു ദൈവ പ്രവർത്തി. ശമന വൈഡവര ഹദര ഘടകചസി അർത്ഥരാധരാധരാധല. വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് പകൽ ദൈവത്തിന് ശക്തിയോടെ ആമേൻ പറഞ്ഞാരാധിച്ച് ഇന്ന് പകൽ ചില കയ്പുകൾ അവൻ അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ അതിന് ശാശ്വതമായ അഴിവും കൂടെ വരുപ്പാ. അവശനായ ദൈവമാന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാ. സ്തോത്രം. മാറായിൽ നിന്ന് അവർ ചെന്നത് എലീമിലാണ്. എലീമിൽ ഇസ്രായേൽ മക്കൾക്ക് 12 നീരുറവയും 70 ഈന്തപ്പനയും ദൈവം കൊടുത്തു. അവിടെ നിന്ന് അടുത്തത് പോയത് എവിടെയാ? ആമേൻ. അടുത്ത സ്ഥലം സീൻ മരുഭൂമി. അവിടെ ആ ദൈവർക്ക് മന്ന കൊടുത്തേ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, പിതാക്കന്മാരെ ഇങ്ങനെ നടത്തിയ ദൈവത്തെക്കുറിച്ച് തലമുറകളോട് വിവരിച്ചു പറയാനില്ലേ? സന്തോഷമുണ്ടോ? ഇന്ന് പകല് ആത്മാവിന്റെ നിയോഗം അകത്തുള്ളത് കൊണ്ട് ഞാൻ പൊതുസഭയോട് ആ ദൂത് കൈമാറുക. പറയണം തലമുറകളോട്, ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു നമ്മുടെ ജീവിത നിലവാരം. ഒരാമേൻ പറ. വളരെ പരിതാപകരമായ വലിയ പോരാട്ടങ്ങളിലൂടെ, വലിയ ഗുരുതര പ്രതിസന്ധികളിലൂടെ ഇന്നലകളെ കടന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട്. ഇതിനെ മുഴുവൻ മാറ്റിമറിച്ചത് ഈ ദൈവമാണ്. ഈ ദൈവത്തെ നീ മറക്കരുത്. ഈ ദൈവകൃപ വിട്ട് നീ പോകരുത്. ഈ ദൈവസന്നിധി വിടരുത്. പറയണ്ടേ? പറ. സ്വത്രം ചെയ്യുന്നു. പറഞ്ഞാലുള്ള ഗുണം ഞാൻ പറയാം. തലമുറകളിലൂടെ നമ്മുടെയൊക്കെ ചരിത്രം ദൈവം തിരുത്തി എഴുതും. സന്തോഷമില്ലേ നിങ്ങൾക്ക്? പഴയ നിയമത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു വാക്യം ഞാൻ പറയാം. ഈ യബ്ബേസം എന്ന് പറയുന്ന ഒരുവന്റെ ജനനം. അമ്മ പറയുക, ഞാൻ എൻ്റെ മകനെ പറ വ്യസനത്തോടെ പ്രസവിച്ചു, അതുകൊണ്ട് ഞാൻ ഇവരെന്നാ പേരിടാൻ പോവാ. അപ്പൊ വ്യസനപുത്രൻ എന്ന് യബ്ബേസ് എന്ന് ഇവന് പേര് വരാൻ കാരണം എന്നാ? അമ്മയുടെ വ്യസനം എന്നാ?
അമ്മ പറയുന്ന വ്യസനത്തോടെ ഞാൻ ഇവനെ എന്ത് ചെയ്തു? പ്രസവിച്ചു. അമ്മയുടെ വ്യസനം എന്നാന്നേ? മകനെ പ്രസവിച്ചപ്പോഴുള്ള വ്യസനാണോ? പിന്നെന്നാ? ഭർത്താവ് മരിച്ചെന്ന് ബൈബിളിൽ വാക്യമുണ്ടോ? ഈ അമ്മ മകനെ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ മാതാക്കളും വ്യസനത്തോടെയാണ് പ്രസവിക്കുന്നത്. ദൈവം വെച്ച നിയമ. ഉൽപ്പത്തിയിൽ അങ്ങനെയല്ലേ? വേദനയോടെ. എബ്ബേസിൻ്റെ അമ്മ മാത്രമല്ല. പിന്നെ അതിവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല. സ്തോത്രം. അതുകൊണ്ട് എബ്ബേസ് പറയാ, എൻ്റെ അമ്മ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ എബ്ബേസിനെ അമ്മ പ്രസവിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അമ്മ നേരിട്ട ചില വ്യസനങ്ങളുണ്ട്. സന്തോഷമില്ലേ നിങ്ങൾക്ക്? ചരിത്രം പറയുന്നത് ഒന്ന്, ഈ എബ്ബേസിനെ അമ്മ പ്രസവിക്കുമ്പോൾ ആ പ്രസവ സമയത്ത് ക്ഷാമം അതികഠിനമാ. ശ്വസിക്കുന്നവർ ആമേൻ പറയണം. ആഹാരത്തിന് ബുദ്ധിമുട്ട്, ജീവിത സാഹചര്യത്തിന് ബുദ്ധിമുട്ടുണ്ട്. ക്ഷാമത്തിന്റെ കൊടികുത്തി വാഴുകയാ. ഈ ഒരു അവസ്ഥയിലാണ് ആര് പ്രസവിക്കുന്നത്? അമ്മ മകനെ പ്രസവിക്കുന്നത്. പിടികിട്ടിയോ? അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, വ്യസനത്തിന്റെ നടുവിൽ പ്രതികൂലത്തിലാണ് ഞാൻ ഇവനെ പ്രസവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എന്നെ ചിന്തിപ്പിച്ച മറുഭാഗവാ. ഈ എബ്ബേസ് വളർന്നു കഴിഞ്ഞപ്പം അമ്മയോട് പറയുക, സ്തോത്രം ചെയ്യുന്നു, ഈ ദൈവത്തോട് പറയുക, എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം എൻ്റെ അതിര്. അടുത്ത വാക്യം പറ. അടുത്ത വാക്യം പറ. എബ്ബേസ് അപേക്ഷിച്ചതിന് നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? ഒറ്റ വാക്കിൽ പറയാം, അമ്മ എന്നെ ജനിപ്പിച്ചപ്പോ ഉണ്ടായിരുന്ന അതേ പ്രതിസന്ധി, ആമേൻ പറ, എനിക്കുണ്ടാകാൻ ഇടവരരുത്. ശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ ആമേൻ പറയണേ. അതിനാണ് അവൻ പേര് മാറ്റാൻ കഴിവുള്ള ദൈവത്തോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ, ആമേൻ പറ, ദൈവം അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെങ്കിൽ ഹല്ലേലൂയ പറ. ഇന്ന് പകൽ തലമുറകൾക്കോടെ ഈ ദൂത്, നിന്റെ മാതാപിതാക്കന്മാർ അനുഭവിച്ച കഷ്ടത നീ അനുഭവിക്കരുത്. അവര് നേരിട്ട പോരാട്ടം നീ നേരിടരുത്. ഇന്ന് പകൽ പ്രതികരിക്കാൻ തയ്യാറായാൽ ദൈവം അത് അഴിക്കുമെന്ന്. അപ്പൊ എബ്ബേസിന്റെ മനസ്സിനകത്ത് ആഗ്രഹം എന്നാ നിങ്ങൾക്ക് പിടികിട്ടിയോ? എൻ്റെ അമ്മ അനുഭവിച്ച പ്രശ്നം എൻ്റെ കാലത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. ആ തീരുമാനത്തോടെ പേര് മാറ്റാൻ കഴിവുള്ള ദൈവത്തോട് എന്ത് ചെയ്തു? പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ അപേക്ഷിച്ചതിന് ദൈവം എന്ത് ചെയ്തു? സന്തോഷമില്ലേ? ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നവരോടാണ് ദൈവാത്മാവ് ഇടപെടുന്നത്. ഇന്ന് പകൽ ചില പാരമ്പര്യത്തിൻ്റെ ആധിക്യങ്ങളെ, ചില രോഗങ്ങളെ ഇന്ന് പകൽ പിഴുത് കളയാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെങ്കിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചിട്ട് പറ. ഇന്ന് പകൽ കുടുംബപരമായി ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, പാരമ്പര്യപരമായി ഞങ്ങളെ ദണ്ണിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നാളുകളായി കൈമാറിക്കൊണ്ടിരിക്കുന്ന രോഗത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ അഴിയട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഉടരബല ഹദര ഘടകസി അർത്ഥമന ഘടക ശബൽ ഗമന ഘടക ചസി അതരാജകന ഘടക ദുരാജകൽ ഗമാന ശാരഘട്ട വധികര ഘടക സൈറ്റൽ പ്രബാലക. ആത്മാവിൽ പ്രാർത്ഥിച്ച ചില രോഗശക്തികൾ അഴിയട്ടെ. പാരമ്പര്യ രോഗങ്ങൾ ഒരാൾക്ക് വന്നത് തന്നെ അടുത്തവനിലേക്ക് വരുത്തുന്ന, ഒരാൾക്ക് വന്നത് തന്നെ അടുത്തവനിലേക്കും കൈമാറുന്ന, ഒരാൾക്ക് വന്ന അതേ പ്രശ്നം അടുത്തവനിലേക്കും തള്ളിവിടുന്ന ഇരുളിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അഴിയട്ടെ. ആത്മാവിൽ അഴിയട്ടത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എത്ര പേരിന്ന് പകൽ ആത്മാവിൽ അത് വിശ്വസിക്കുന്നുണ്ട്? 78 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാവീദ്
തലമുറകളോട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞേ വിവരിച്ചു പറയണം. എന്താ കാരണം? തലമുറകൾ കരുത്തുറ്റവരായാൽ, ശ്വസിക്കുന്നവരുണ്ടോ? തലമുറകളെ മുൻനിർത്തി ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ പൗലോസിന് പകരക്കാരനായി പൗലോസ് തിമോഥെയോസിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവനോട് പറയുക, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം എന്ത് ചെയ്തേക്കണം? ഇത് വിശദീകരിക്കാൻ ഇന്ന് പകല് സമയം പോരാ. പക്ഷെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നമുക്കൊരല്പസമയം പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചേ നിങ്ങൾ. അതുകൊണ്ട് കാരണം എന്നാ നിങ്ങൾക്ക് പിടികിട്ടിയോ? അമ്മയിലും വല്യമ്മയിലുമുള്ള വിശ്വാസം ആരിലേക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്? ഇന്ന് പകൽ നമ്മളിൽ നിന്ന് മറ്റൊരുവളിലേക്ക് ഇത് റിലീസാകണം. സന്തോഷമില്ലേ? നമ്മുടെ മേൽ ദൈവം പകർന്ന ദൈവകൃപ അനന്തര തലമുറകളിലേക്ക് സന്തോഷത്തോടെ ഒരു സ്തോത്രം പറയാൻ പറ്റൂ. ഇന്ന് പകൽ കൈമാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുക. ശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യണേ. ഞാൻ അതിന് ആമേൻ ഒരു വാക്യം കൂടെ ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു വിടാം. ഒന്നുകൂടെ നിങ്ങൾക്കത് പ്രയോജനം വരുന്നൊരു വാക്യമായി. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവെന്ന വാക്തത്വമുണ്ടെന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുതാണല്ലോ. ഇത് പറഞ്ഞ ചേച്ചി സ്വർഗത്തിലോട്ട് പോയില്ലേ? പറ. യേശു സ്വർഗത്തിലോട്ട് പോകുന്നത് കണ്ടുകൊണ്ട് നോക്കി നിന്ന ഗലീല പുരുഷന്മാരോട് യേശു എന്നാ പറഞ്ഞേ? നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ ക്രിസ്തു പോയതുപോലെ തന്നെ, സന്തോഷമില്ലേ നിങ്ങൾക്ക് ഇന്ന് പകലേ? യേശു പോയതുപോലെ തന്നെ പറ, വീണ്ടും മടങ്ങി വരും. യേശു എങ്ങനെ മടങ്ങി വരുന്ന പറയാവോ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പറ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നവൻ ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ ശ്വസിക്കുന്നവരെ രാമൻ പറഞ്ഞാട്ടെ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ഇന്ന് പകൽ ഒരു ഉറപ്പ് തരാം, യേശു മടങ്ങി വരോ, യേശു വരാറാ. സ്തോത്രം. ഇത് പറഞ്ഞ യേശു സ്വർഗത്തിലോട്ട് പോയി. പ്രവൃത്തി 2-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാളികമുറിക്കകത്തിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവെന്ന വാക്തത്വം അവര് കാത്തിരുന്നു പ്രാപിച്ചു. ശരിയാണോ? പ്രവൃത്തി 3-ലോട്ട് നോക്കിക്കേ. കാത്തിരുന്ന് പ്രാപിച്ച പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലോട്ട് ചെല്ലുമ്പോ 40-ലധികം വയസ്സുള്ള ഒരുവൻ ഇരുന്നു കൊണ്ടിരക്കുക. മുഖത്ത് നോക്കിയിട്ട് ഒരൊറ്റ ദൂത വെള്ളിയും പൊന്നും പറ, ഉള്ളത് തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യണേ. ഇന്ന് പകൽ ദൈവത്തിന് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറ. ആ നിമിഷം അവന്റെ മുടന്തു മാറി, അവന്റെ നരയാണി ഉറച്ചു. പള്ളിയുടെ പുറത്തിരുന്നവൻ അകത്തു തുള്ളി ദൈവത്തെ ആരാധിച്ചു. ഇനി ആ വാക്യം ശ്രദ്ധിച്ചേ. പ്രവൃത്തി 1 പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടു. പ്രവൃത്തി 2 പറ, കേട്ടത് പ്രാപിച്ചു. സന്തോഷമില്ലേ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും പ്രാപിച്ചോണമെന്നല്ല, 1 കേട്ടെ. 2 കേട്ടത് എന്ത് ചെയ്തു? എൻ്റെ ചോദ്യം, കേട്ടത് പ്രാപിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം ചെയ്യുന്നു. നമുക്കൊക്കെ വന്ന് പ്രാപിക്കണമെന്നില്ല, വരുന്നവരെല്ലാം പറയണമെന്ന കേൾക്കാനാ ഇൻട്രസ്റ്റ് ഇപ്പം പെന്തക്കോസുകാർക്ക്. സ്വത്രം പറ, എല്ലാവരും പറയുന്നത് കേൾക്കാനിരിക്കുക. ഞാൻ ചോദിക്കുന്നു, കേട്ടത് എത്രണ്ണം പ്രാപിച്ച്? ഇനി ഞാൻ പറയാം, കേൾക്കുന്നതൊന്ന് കുറച്ചേച്ച്. സ്വത്രം വന്നില്ല. കേട്ടത് പ്രാപിക്കാൻ ആവേശമുള്ളവരെഴുന്നേക്ക്. സ്വത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, 1-ൽ കേട്ടു, 2-ൽ പ്രാപിച്ചു. 3-ാം അധ്യായത്തിന്റെ പ്രത്യേകത കണ്ടോ? പ്രാപിച്ചത് അടുത്തവനിലിട്ട് കൈമാറി.
ഓ, സന്തോഷമില്ല നിങ്ങൾക്ക്? പത്രോസ് യോഹന്നാനും മാളിക മുറിക്കകത്തിരുന്ന് പ്രാപിച്ചത്, സ്വത്രം പറ, മുടന്തന്റെ മേൽ അവര് കൈമാറി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് ചോദ്യം വിടുകയാ, പ്രാപിച്ചത് എത്ര എണ്ണം അടുത്തവനിലേക്ക് കൈമാറുന്നുണ്ട്? ഈ 14-ാമത്തെ ദിവസം ഒരു കൈമാറ്റം ആഗ്രഹിപ്പാ. രക്തത്താൽ ജയ, രക്തത്താൽ ജയ. ആരുടെ മേലോട്ട് അവര് കൈമാറിയത്? സ്വത്രം ചെയ്ത് മുടന്തന്റെ മേൽ ആണല്ലോ. 40-ലധികം വയസ്സ് പ്രായമുള്ളവന്റെ മേൽ ആണല്ലോ. ആ നിമിഷം അവന്റെ മുടന്ത് മാറിയെങ്കിൽ സ്വത്രം പറ, നമ്മുടെ മേലുള്ളത് ഇന്ന് പകലൊന്ന് കൈമാറാൻ തയ്യാറായ ഇതിനകത്ത് രോഗബന്ധനം അഴിഞ്ഞിരിക്കും. ശ്വസിക്കുന്നവരാമേൻ പറ. ഓപ്പറേഷനും ഡേറ്റും ഒന്നും എന്റെ ദൈവത്തിന് വിഷയമല്ല. ശ്വസിക്കാൻ പറ്റുന്നവരാമേൻ പറ. ഇതിലപ്പുറം മാറ്റിമറിച്ചൊരു ദൈവപ്പയാണ് ഇന്ന് പകല് നാം ആരാധിക്കുന്നതെങ്കിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് പകൽ ചില രോഗശക്തികളുടെ മേൽ ആത്മാവിന്റെ കടന്നുകയറ്റ ബന്ധനങ്ങളെ അഴിക്കുമാറ ഇന്ന് പകൽ വെളിപ്പെടട്ടെ. സ്തോത്രം, സ്തോത്രം. ഒരു ഭാഗോടെ മുടമ്പൻ, വേഗത്തിൽ പറഞ്ഞു നിർത്താം, മുടമ്പൻ സൗഖ്യമായി. പള്ളിയുടെ പുറത്തിരുന്നവൻ പള്ളിക്കകത്ത് തുള്ളിയും ചാടിയും പറ. ദൈവത്തെ നിങ്ങൾ യെരൂശലേം ദേവാലയത്തിനകത്ത് ആരാധന കണ്ടിട്ടുണ്ടോ? 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പള്ളിപ്രമാണിമാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, ഹന്നാവുണ്ട്, കയ്യഫാവുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഇവരെല്ലാം പള്ളിക്കകത്തുണ്ട്. എല്ലാവരും പള്ളിക്കകത്ത് ഇങ്ങനെ കൈയും കെട്ടിയിരിക്കുമ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് ഒരുത്തൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്വതന്ത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന പുള്ളികളല്ലേ തുള്ളൻ്റെ ശബ്ദം കേട്ട് പുറകോട്ട് നോക്കി ആരാന്ന്. പുറകോട്ട് നോക്കിയപ്പോൾ അവർക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, നമ്മൾ ഒരല്പസമയം മുമ്പ് പള്ളിയിലോട്ട് വന്നപ്പോൾ ആ വഴി സൈഡിൽ ഇരുന്നവൻ ആ പുറകെ കിടന്ന് തുള്ളുന്നേ. സ്വതന്ത്രം ചെയ്യുന്നു. അവർക്ക് മനസ്സിലായി ആ പുറകിരുന്ന് തുള്ളുന്ന ആരാന്നറിയാവോ? മുടമ്പന. 40 വർഷത്തെ പ്രായമുണ്ട്. 40 വർഷമായിട്ട് അവിടെ ഇരിക്കുക. കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ഇരുന്നവനാണ് ഇപ്പോൾ ആണ്ട്ര ഒരു കുഴപ്പമില്ലാതെ തുള്ളുന്നു. അവർക്ക് ആശ്ചര്യമായെന്ന്. അവരാരാധന നിർത്തിവെച്ച് വെച്ച് മുടന്തിനെടുക്ക ചെന്ന് ചോദിച്ചു, നീ എങ്ങനെ സൗഖ്യമുള്ളവനായിട്ട് ഇതിനകത്ത് കയറിയേ? ആരാടാ നിന്നെ സൗഖ്യമാക്കിയേ? എങ്ങനാ നീ വിടുവിക്കപ്പെട്ടെ? ഉടനെ പുള്ളി പറഞ്ഞു കേൾക്കണോ, ഒരു പത്രോസ് യോഹന്നാനും എന്നെ സൗഖ്യമാക്കിയേ. അത് ഞാൻ വിശദീകരിച്ചു തരാം, കേട്ടേ. അവൻ പറയുക പള്ളിപ്രമാണിമാരോട്, നിങ്ങൾ പോയ പുറകെ, നിങ്ങൾ വന്നായിരുന്നല്ലോ കുറച്ച് മുമ്പ്, നിങ്ങൾ വന്നപ്പോൾ നിങ്ങളോട് ഞാൻ എന്നാ ചോദിച്ചേ? എന്തേലും? അപ്പം നിങ്ങൾ പറഞ്ഞില്ലേ എനിക്കെന്തോ തന്നെ അങ്ങ് വിട്ടല്ലോ. ഇതേ ചോദ്യം തന്നെ നിങ്ങളുടെ പുറകെ വന്ന 2 ഉപദേശിമാരോട് ഞാൻ ചോദിച്ചായിരുന്നു. സ്വത്രം പറ, എന്തേലും തരണമെന്നാ ചോദിച്ചേ. ചോദിച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ വ്യത്യസ്തന്മാരാണ്. ഒന്നുകൂടെ പറയാം, സമയമില്ല ഇതൊക്കെ വിശദീകരിക്കാൻ. എന്നെ നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് വസ്ത്രധാരണം കൊണ്ടല്ല, അഭിഷേകം കൊണ്ടാ. ശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് രാമൻ പറ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പട്ടണത്തിൽ ഈ ദേശത്തെ സഭ അഭിഷേകം കൊണ്ട് വ്യത്യസ്തമാകണം. വേണ്ടേ? വേണ്ടേ? പറ. ആരാ കൊണ്ട് ഈ സഭ എല്ലാ സഭയിൽ നിന്നും വേറിട്ട് നിൽക്കണ്ടേ? ശുശ്രൂഷ കൊണ്ട് വേറിട്ട് നിൽക്കണ്ടേ? അല്ല എല്ലാ സഭയുടെ സിസ്റ്റം പോലെ പോകാനാണോ? അല്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സിസ്റ്റം പോലെ പോകാനാണോ? ഇന്ന് പകൽ ആത്മാവ് സഭയോട് പ്രവചിക്കുന്ന പ്രവചനം അതാ. ആമേൻ. അഭിഷേകം കൊണ്ട് വ്യത്യസ്തമായ ഒരാരാധനയായി, ശുശ്രൂഷ കൊണ്ട് വ്യത്യസ്തമായ ഒരാരാധനയായി, ആത്മാവിന്റെ പ്രവൃത്തി കൊണ്ട് വ്യത്യസ്തമായ ഒരു സഭയായി ഈ ആരാധന മാറ്റപ്പെടുമെന്ന് ഇന്ന് പകലിൽ ആത്മാവ് ഇടപെടുകയാണ്. അത് വിശ്വസിച്ച് ഒരു ആമേൻ പറ.
മുടന്തം പറയുക, എന്നെ സൗഖ്യമാക്കിയത് ഈ വരുന്ന പത്രോസ് യോഹന്നാനും കൂടെയാ. ഉടനെ പള്ളിപ്രമാരന്മാർ എന്നാ ചെയ്തെന്നറിയാവോ? ഇവനെ വിട്ടേച്ച് പത്രോസിനെ പിടിച്ചു. സൗഖ്യവാക്യനെ പിടിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞൊരു മറുപടിയാണ് എനിക്ക് ഏറ്റവും ആവേശമുള്ളേ. എന്നാ മറുപടി എന്ന് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? പ്രവൃത്തി 3 നിങ്ങൾ ക്രൂശിച്ചവനും. ഇതൊക്കെ വായിക്കും തന്നെ അന്യഭാഷ പറഞ്ഞു. പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ യേശുവിൻ്റെ നാമത്തിൽ അത്രേ ഈ വൻ സൗഖ്യമായത്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ആരുടെ നാമത്തിൽ പറ? നിങ്ങളെല്ലാം കൂടെ പിടിച്ച് മരത്തെ തൂക്കിക്കൊന്നില്ലേ? നിങ്ങൾ അറിഞ്ഞവനെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നവനെ ഉയർപ്പിച്ചെന്ന്, മരണപാശങ്ങളെ അവൻ അഴിച്ചെന്ന്. സ്തോത്രം ചെയ്യുന്നു. ആ ഉയർപ്പിച്ച യേശുവിൻ്റെ നാമത്തിലാണെന്ന് പകൽ ഇവൻ എന്ത് ചെയ്തേ? അതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ പത്രോസ് പറയാ, എന്നെ വിട്ടേര്, ഇവനെ സൗഖ്യമാക്കി യേശുവിനോട് ചോദിച്ചോളാനാ പറഞ്ഞതിൻ്റെ ആവശ്യം. സന്തോഷമില്ലേ ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്താൽ പറഞ്ഞ ഭാഗം നിർത്തുക. വിടുവിക്കുന്നവൻ ഇന്ന് പകൽ നിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. സ്തോത്രം ചെയ്യുകയാ. ഇനി അതിൻ്റെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് പോകുന്നില്ല. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം അടച്ചാട്ടെ.